ഷെറീന ഖദീസുമ്മയുടെ അടുത്തെത്തി. അവരുടുത്തിരിക്കുന്ന തുണിയിലും മൂത്രത്തിൻ്റെ മണം അവൾ അറിഞ്ഞു. വലത്തെ ഇടുപ്പിൽ തുടയെല്ലിൻ്റെ കഴുത്ത് പൊട്ടിയിരിക്കുകയാണ്. അവളിലെ ഡോക്ടർ തിരിച്ചറിഞ്ഞു. ഓരോ തവണ ശരീരം ഇളകുമ്പോഴും അത് വേദനിക്കും. അതൊരു വല്ലാത്ത വേദനയാണ്. ഖദീസുമ്മ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുഴപ്പമില്ല മോളെ. അവൾ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ ഖദീസുമ്മയുടെ റൂമിൽ നിന്നും പുറത്തു വന്നപ്പോഴേക്കും യാസറിൻ്റെ ഉപ്പയും എത്തിയിരുന്നു. ഉപ്പ, ഉമ്മാൻ്റെ കാലിലെ എല്ല് പൊട്ടിയിട്ടുണ്ട്. അതാണ് ഉമ്മ വേദനിച്ച് കരയണത്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവൾ ഉപ്പയോട് പറഞ്ഞു. ഇവിടുന്ന് ഇപ്പോൾ ആരും ഒരാസ്പത്രിക്കും പോകണില്ല, റുക്കിയാണ് മറുപടി പറഞ്ഞത്. ഉപ്പ, ഷെറീന ഉപ്പയുടെ മുന്നിൽ നിന്ന് കൈകൂപ്പി. റുക്കിയ പറഞ്ഞത് ഇജ്ജ് കേട്ടില്ലേ? അതെനിക്കും പറയാനുള്ളൂ. അവൾ ഒരു നിമിഷം അവിടെ തളർന്നിരുന്നു. നിശ്ചയദാർഢ്യത്തോടെ എഴുന്നേറ്റു. രണ്ടുപേരും കേൾക്കെ ഉറക്കെ പ്രഖ്യാപിച്ചു, ആരൊക്കെ എതിർത്താലും അതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇത് ഞാൻ എഴുതിയ ചട്ടിയാക്കാൻ്റെ ഇറച്ചിയും പൊറോട്ടയും എന്ന കഥയിലെ തേങ്ങാച്ചോറും ബീഫും എന്ന കഥയിലെ ഒരു ഭാഗമാണ്. ഞാനിതിൻ്റെ പുറകിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കള്ളക്കഥകളാണെന്നുള്ളത്. ഈ കഥ കള്ളക്കഥയല്ല. ഇതൊരു 60% അല്ല 70% സത്യമാണ്. ചെറുതായിട്ട് കഥാപാത്രങ്ങളുടെ പേര് പിന്നെ അതിലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതാരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഒരുപാട് ഖദീസുമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ എഴുതിയ ഈ ഖദീസുമ്മയെ പോലെ നിങ്ങൾക്കും അറിയുന്ന ഒരുപാട് ഖദീസുമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ചട്ടിയാക്കാൻ്റെ ഇറച്ചി.